സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് അതിൻ്റെ പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്പസമയത്തിനകം പുറത്തുവിടാൻ പോവുകയാണ്. 2:30 റിപ്പോർട്ട് പുറത്തുവരുമെന്നാണ് അറിയുന്നത്. ആ കാര്യം വിവരാവകാശ അപേക്ഷകർക്ക് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. റിപ്പോർട്ട് 2:30 നേരിട്ട് കൈപ്പറ്റണമെന്നാണ് ഈ അപേക്ഷകരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ അതിനായി തയ്യാറെടുത്ത് കഴിഞ്ഞു. 2:30 തന്നെ ഈ വിവരങ്ങൾ മീഡിയ വൺ സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും. സിജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സിജോ, രഞ്ജിനിയുടെ ഹർജിയിൽ എന്തോ വലിയ കാര്യമുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു സർക്കാർ നിലപാടെടുത്തിരുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തൊട്ട് മുമ്പ് അതിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയും ചെയ്തു. പക്ഷേ ഇന്ന് കോടതി അവരുടെ ഹർജി തള്ളിയിരിക്കുന്നു. എന്തു പറഞ്ഞാണ് ഇവരുടെ ഹർജി കോടതി തള്ളിയത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഈ നിമിഷം പങ്കുവെക്കാനുള്ളത്, ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രഞ്ജിനിയോട് പറഞ്ഞിരുന്നത് സിംഗിൾ ബെഞ്ചിനെ ഈ സമീപിക്കാനാണ് പറഞ്ഞിരുന്നത്. ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, രഞ്ജിനിയുടെ അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ സിംഗിൾ ബെഞ്ചിൽ ഇപ്പോൾ ഹർജി ഫയൽ ചെയ്തിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് രഞ്ജിനിയുടെ അപേക്ഷ സിംഗിൾ ബെഞ്ചിൽ എത്തിയിരിക്കുന്നു. സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് BG അരുൺ ഈ ഹർജി ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. 1:45 ഹർജി പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സമയം കൃത്യമായി നമുക്ക് കൺഫേം ചെയ്ത് പറയാറായിട്ടില്ല. അതായത് 2:30 റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് തിരക്കിട്ട് രഞ്ജിനി തന്റെ അപേക്ഷ തന്റെ അപ്പീൽ സിംഗിൾ ബെഞ്ചിന് സമർപ്പിച്ചിരിക്കുന്നു. അതെ, ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറഞ്ഞ 2:30 മുമ്പ് തന്നെ ഈ ഹർജി സിംഗിൾ ബെഞ്ച് എടുക്കാനാണ് സാധ്യത. 1:45 ഈ കോടതി ഉച്ചയ്ക്ക് ശേഷം ചേരുന്നത്. അപ്പോൾ തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്ന ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് നിലപാടുണ്ടാവും എന്നുള്ള കാര്യം ഏറെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം രഞ്ജിനി പറഞ്ഞിരുന്നത് തന്റെ മൊഴി ഇതിലുണ്ട്. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ തനിക്ക് അറിയണമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. നേരത്തെ ഈ ആവശ്യവുമായി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാവ് സജിമോൻ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഒരു കാരണവശാലും സജിമോന്റെ സ്വകാര്യതയെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതുകൊണ്ട് ബാധിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ഹർജി തള്ളിയിരുന്നത്. പക്ഷേ രഞ്ജിനിയുടെ കാര്യത്തിൽ നേരെ മറിച്ചാണ്. ഇവർ മൊഴി നൽകിയ ഒരു സാഹചര്യത്തിൽ ഇവരുടെ എന്തൊക്കെ വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന വിവരങ്ങൾ കോടതിയിൽ അവർ പ്രധാന വാദവുമായി നേരത്തെ നൽകിയ ഹർജിയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലെന്തെങ്കിലും പുതുതായി അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ടോ? അതായത് നേരത്തെ നൽകിയ ഹർജി പൂർണ്ണമായും തള്ളുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അപ്പീൽ നൽകുമ്പോൾ അവർ അഡീഷണൽ ആയി എന്തെങ്കിലും ചേർത്തിട്ടാണോ ഈ അപ്പീൽ നൽകിയിരിക്കുന്നത്? അപ്പീൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൽ ഉന്നയിച്ചിരിക്കുന്നത് കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ അപ്പീൽ നിലനിൽക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത്. കാരണം ഈ രഞ്ജിനി നേരത്തെ സമർപ്പിച്ച ഹർജിയിൽ അതിൽ കക്ഷിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ സാധിക്കില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. എന്തായാലും അതേ വാദങ്ങൾ തന്നെയാണ് രഞ്ജിനിയുടെ അഭിഭാഷകൻ ഈ ഹർജിയിലും വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ ഇതിൽ മൊഴി നൽകിയിരിക്കുന്ന ആളാണ്, അതുകൊണ്ട് അതിന്റെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ തന്നെ അത്തരം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഉള്ളടക്കം എന്താണെന്ന് തനിക്ക് അറിയണം, താൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് കിട്ടി തനിക്ക് പരിശോധിക്കാനുള്ള സമയം കിട്ടുന്നത് വരെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്ന ആവശ്യം തന്നെയാണ് സിംഗിൾ ബെഞ്ചിലും രഞ്ജിനി ഉന്നയിച്ചിരിക്കുന്നത്. ഈ അപ്പീൽ എത്ര മണിക്ക് പരിഗണിക്കുമെന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ടോ സിജോ? 1:45 ഉച്ചയ്ക്ക് ശേഷം കോടതി ചേരുന്നത്. 1:45 തന്നെ ഈ ഹർജി പരിഗണിക്കും എന്നൊരു സൂചനയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് നിലപാട് വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 2:30 ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. രഞ്ജിനിയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന തടയോ സ്റ്റേ നടപടികളിലേക്ക് കോടതി നീങ്ങി കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് വരുന്നത് നീളാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ